10 അടി ഉയരവും 600 കിലോ ഭാരവുമുള്ള ലക്ഷണമൊത്ത കൊമ്പൻ. മതപ്പാടില്ല, ഇടഞ്ഞ് മനുഷ്യർക്കും ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പേര് ശിവശക്തി. ബന്ദികളാക്കപ്പെട്ട ആനകളുടെ ക്ഷേമവും കേരളത്തിലെ പൊതുജനങ്ങളുടെ സുരക്ഷയും മുൻനിർത്തി വോയിസ് ഫോർ എലിഫന്റ്സ് ജീവനുള്ള ആനകളുടെ അതേ വലിപ്പമുള്ള റോബോട്ടിക് ആനകളെ പുറത്തിറക്കിയത്. ഫൈബറും റബ്ബറും കൊണ്ടാണ് ആനയെ നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ കണ്ണുകളും കാതുകളും വാലും തുമ്പിയുമൊക്കെ വൈദ്യുതിയാണ് ചലിപ്പിക്കുന്നത്. ക്ഷേത്ര ചടങ്ങുകൾക്ക് തടസ്സം വരാത്ത വിധം 4 ആളുകളെ വരെ വഹിക്കാൻ ശേഷിയുള്ളതാണ് റോബോട്ടിക് കൊമ്പന്മാർ. തൃശൂർ മാളയ്ക്കടുത്തുള്ള ചക്കാമ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് ശിവശക്തി എന്ന പേരിട്ട റോബോട്ടിക് ആനയെ നൽകിയത്. ജീവനുള്ള ആനയെ കൊണ്ടുവന്ന് അവയെ പീഡിപ്പിക്കുന്നത് ഒഴിവാക്കി അതിലൂടെ മനുഷ്യത്വപരവും സാംസ്കാരിക അവബോധത്തോടെയും പാരമ്പര്യത്തെയും മുറുകെ പിടിക്കാൻ ക്ഷേത്രങ്ങൾ ഈ തുടക്കം പ്രചോദനമാക്കും. സ്വന്തമായി റോബോട്ടിക് ആനകളെ വേണമെന്ന് ക്ഷേത്രങ്ങൾ അപേക്ഷ സമർപ്പിച്ചാൽ സ്പോൺസർ ചെയ്യുന്നതിനായി സംഘടന പരിഗണിക്കുന്നതായിരിക്കുമെന്ന് ഭാരവാഹികൾ പറയുന്നു. കേരളത്തിൽ ആന ഇടയുന്ന ദാരുണ സംഭവങ്ങൾ കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് ശിവശക്തിയുടെ വരവ്. 2025 ആരംഭിച്ച് വെറും 2 മാസത്തിനുള്ളിൽ തന്നെ 6 പേർക്കാണ് ബന്ദികളാക്കപ്പെട്ട നാട്ടാനകൾ മൂലം ജീവൻ നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ 6 വർഷത്തിനിടെ 154 ആനകൾ ചെരിയുകയും കണക്കില്ലാത്ത നാശം മനുഷ്യർക്ക് വരുത്തിവെക്കുകയും ചെയ്തു.